തൃശൂരിൽ വാഹനാപകടത്തിൽ 15 പേർക്ക് പരിക്ക്. കുന്നംകുളത്താണ് വാഹനാപകടം ഉണ്ടായിട്ടുള്ളത്. ഗുരുവായൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പോകുകയായിരുന്ന കെഎസ്ആർടിസി ബസ് എതിർദിശയിൽ നിന്ന് വന്ന ടോറസ് ലോറിയിൽ ഇടിക്കുകയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകാൻ തിയോഫൻ ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. തിയോഫൻ, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? മനസ്സിലാക്കുന്നത് വെച്ച വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ടോറസ് ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചെടുത്താണ് ഡ്രൈവറെ അടക്കം പുറത്തെത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എങ്ങനെ? അഞ്ജന, പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഗുരുവായൂർ കുന്നംകുളം റൂട്ടിലുള്ള കുറുക്കൻപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വാഹനാപകടം. പുലർച്ചെ മഴയുണ്ടായിരുന്നു, കുന്നംകുളം ഭാഗത്ത് മഴയുണ്ടായിരുന്നു. ഈ മഴയിൽ ബസിന്റെ നിയന്ത്രണം വിട്ട ടോറസ് ലോറിയിൽ എതിരെ വന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. പുലർച്ചെ ഗുരുവായൂരിൽ നിന്നും കുന്നംകുളം വഴി കൊട്ടാരക്കരയിലേക്ക് പുറപ്പെട്ട ബസ്സാണിത്. ഈ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 15ഓളം പേർക്ക് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരാണ് കൂടുതൽ പേരും. മറ്റത് 2 പേർ, ഈ 15ൽ 2 പേർ ഡ്രൈവർമാരാണ് 2 വാഹനങ്ങളുടെയും. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടോറസ് ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ്, അതായത് കുന്നംകുളത്ത് നിന്നും പോലീസും ഫയർഫോഴ്സും എത്തി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വാഹനത്തിന്റെ ലോറിയുടെ മുൻഭാഗം പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തേക്ക് എടുത്തത്. ഈ 2 ഡ്രൈവർമാരുടെയും പരിക്കുകൾ അല്പം ഗുരുതരമാണ്. മറ്റുള്ളവർ ബസ്സിലെ യാത്രക്കാരാണ്. ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്കും സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും രാവിലെ തന്നെ ഉണ്ടായത് ഒരു വലിയ ദുഃഖവാർത്തയാണ് കുന്നംകുളത്ത് നിന്നുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മഴയിൽ ബസിന്റെ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത് എന്നാണ് ഈ അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അഞ്ജന, തിയോഫൻ, അതായത് പ്രദേശത്ത് മഴയുണ്ടായിരുന്നു, മഴയത്ത് നിയന്ത്രണം വിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഡ്രൈവർമാരുടെ നില ഗുരുതരമാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇവരുടെ നിലവിലെ സാഹചര്യം എന്താണ്? അതോടൊപ്പം തന്നെ പരുക്കേറ്റ 15ലധികം പേർ വിവിധ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. അവരുടെ ആരോഗ്യനില എപ്രകാരമാണ്? ഗുരുതരമായ പരിക്കുകൾ മറ്റ് യാത്രക്കാർക്കില്ല. പക്ഷേ ഡ്രൈവർമാരുടെ നില, അതായത് ഡ്രൈവർമാർക്ക് ഏറ്റ പരിക്ക് അല്പം ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ നിലയിൽ ഗുരുതരമാണെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഇവർ കുന്നംകുളത്ത് തന്നെയുള്ള ആശുപത്രികളിൽ ചികിത്സയിലാണ്, 2 ഡ്രൈവർമാരും യാത്രക്കാരും. ഈ വഴിയിൽ, അതായത് ഇത് ഗുരുവായൂർ കുന്നംകുളം റൂട്ടിലാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഈ വഴി അല്പം വീതി കുറഞ്ഞ വഴിയും അതോടൊപ്പം തന്നെ അപകട സാധ്യത കൂടുതലുമുണ്ട് ഈ പ്രദേശത്തിന്. അതായത് കയറ്റിറക്കങ്ങളും ഉണ്ട്, നിരവധി വളവുകളുമുള്ളൊരു വഴിയാണിത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ മഴയിൽ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടതെന്ന് കരുതുന്നു. കാരണം പുലർച്ചെ ആയതുകൊണ്ട് അല്പം വേഗതയും വാഹനത്തിനുണ്ടായിരിക്കണം. കാരണം കുന്നംകുളത്ത് ചെന്ന ശേഷം അവിടെ നിന്ന് തൃശൂർ വഴി കൊട്ടാരക്കരയിലേക്ക് പോകേണ്ട ബസ്സായിരുന്നു. ഈ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വരികയായിരുന്നു, അതായത് കുന്നംകുളം ഭാഗത്തുനിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ടോറസ് ലോറി. അഞ്ജന, തിയോഫൻ, പുലർച്ചെ 4 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. മഴയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മഴയത്ത് നിയന്ത്രണം വിട്ടതാണ് എന്നും പറയുന്നുണ്ട്. എന്താണ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി പറയുന്നത്? ഡ്രൈവറുടെ ഏതെങ്കിലും തരത്തിലുള്ള അനാസ്ഥയോ, ടോറസ് ഡ്രൈവറുടെയോ അല്ലെങ്കിൽ കെഎസ്ആർടിസി ഡ്രൈവറുടെയോ ഏതെങ്കിലും തരത്തിലുള്ള അനാസ്ഥയോ മറ്റോ പറയുന്നുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും മഴയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതായത് ഈ പ്രകൃതി സാഹചര്യം, അതായത് ഈ മഴയിൽ നിയന്ത്രണം വിടാനുള്ള ഒരു സാധ്യത, ഏറെ നാളായി മഴ ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായുള്ള മഴ ഒരു പക്ഷേ വാഹനങ്ങളുടെ നിയന്ത്രണം വിടാൻ കാരണമായിരിക്കാം. ബസ്സാണ് നിയന്ത്രണം വിട്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു പക്ഷേ ബസ്സിന് വേഗത ഉണ്ടായിരുന്നിരിക്കാം. കാരണം വേഗത്തിൽ കൊട്ടാരക്കര വരെ എത്തേണ്ട ബസ്സാണ്. കുന്നംകുളം സ്റ്റാൻഡിൽ ചെന്ന ശേഷം അവിടെ നിന്ന് തൃശൂർ വഴി പോകേണ്ട ബസ്സായിരുന്നു. ഒരു പക്ഷേ പുലർച്ചെ ആയതുകൊണ്ടും വാഹനത്തിരക്കില്ലാതിരുന്നത് കൊണ്ടും ബസ്സിന്റെ വേഗത ഉണ്ടായിരിക്കാം. നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് കൊണ്ടും പെട്ടെന്ന് നിയന്ത്രണം വിട്ട ഒരു പക്ഷേ ഈ മഴയിൽ വാഹനം തെന്നിയിട്ടുണ്ടാകാമെന്നും കരുതുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. മഴയുണ്ടായിരുന്നത് കൊണ്ടാകാം അപകടം ഉണ്ടായത് എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചന. ശരി, തിയോഫനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും തൃശ്ശൂർ കുന്നംകുളത്താണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു അപകട വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്.